കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക ചരിത്രത്തിലും വലിയ അലയൊലികൾ സൃഷ്ടിച്ച മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കെ വി വിനോദ് കൊല്ലപ്പെട്ട കേസിൽ നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷം നിർണായകമായ വിധി പുറത്തു വന്നിരിക്കുന്നു. കേസിൽ ഒന്നാം പ്രതിയായ ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 35 പ്രതികളെ വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ കോടതി കുറ്റവിമുക്തരാക്കി വെറുതെ വിട്ടു. കുറ്റപത്രത്തിലെ 23 മുതൽ 57 വരെയുള്ള പ്രതികളാണ് കേസിലെ പ്രധാന ആരോപണങ്ങളിൽ നിന്ന് ഒഴിവായി കോടതി വിട്ടയച്ചിരിക്കുന്നത്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിവാസി അവകാശ പോരാട്ടങ്ങളിലൊന്നായ മുത്തങ്ങ സംഭവത്തിന്റെ നിയമ പോരാട്ടത്തിൽ വലിയ വഴിത്തിരിവാണ് ഈ കോടതി വിധിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷനും അന്വേഷണ ഏജൻസിയുമായ CBIയും പ്രതികൾക്കെതിരെ ചുമത്തിയ കൊലപാതകം, ഗൂഢാലോചന, മാരകായുധങ്ങളുമായി അക്രമം നടത്തൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളൊന്നും വിചാരണ വേളയിൽ തെളിയിക്കാൻ സാധിച്ചില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. വധശിക്ഷയോ ജീവപര്യന്തം തടവോ വരെ ലഭിക്കാവുന്ന കേസിലാകെ 57 പേരെയായിരുന്നു പ്രതി ചേർത്തിരുന്നത്. എന്നാൽ നീണ്ട 23 വർഷത്തെ വിചാരണ കാലയളവിനിടയിൽ 15ഓളം പ്രതികൾ മരണപ്പെടുകയുണ്ടായി. ശേഷിക്കുന്ന പ്രതികളിൽ ഭൂരിഭാഗവും നിലവിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും വലയുന്ന സാഹചര്യത്തിലാണ് ആശ്വാസമായി ഈ കോടതി വിധി എത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ച്ചു കളയാൻ സാധിക്കാത്ത ഒരു അധ്യായമായി മാറിയ മുത്തങ്ങ സമര ചരിത്രത്തിലേക്കും അതിനെ തുടർന്നുണ്ടായ പ്രകൃതി മനോഹരമായ വനമേഖലയെ യുദ്ധക്കളമാക്കിയ ക്രൂരമായ വെടിവെപ്പിലേക്കും നമുക്കൊന്ന് കണ്ണോട്ടിച്ചു നോക്കാം. ആദിവാസി സമൂഹത്തിന്റെ അതിജീവനത്തിനും സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു മുത്തങ്ങയിൽ അരങ്ങേറിയത്. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകുമെന്ന് സർക്കാർ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് 2003 ജനുവരിയിൽ ആദിവാസി ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിൽ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കുന്നത്. പ്രമുഖ നേതാക്കളായ CK ജാനുവിന്റെയും MK ഗീതാനന്ദന്റെയും നേതൃത്വത്തിൽ 100 കണക്കിന് ആദിവാസി കുടുംബങ്ങൾ അണിനിരുന്ന ഈ ഭൂസമരം 47 ദിവസങ്ങളോളം തികച്ചും സമാധാനപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ 2003 ഫെബ്രുവരി 19 സമരക്കാരെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ പോലീസ് സേന സന്നദ്ധമായതോടെ പ്രദേശം സംഘർഷഭരിതമായി മാറി. പോലീസിന്റെ കണ്ണീർ വാതകത്തിനും ലാത്തി ചാർജിനും വെടിവെപ്പിനുമെതിരെ അമ്പും വില്ലും പണിയായുധങ്ങൾ ഉപയോഗിച്ച് ആദിവാസികൾ ചെറുത്തുനിൽപ്പ് നടത്തി. രൂക്ഷമായ ഈ ഏറ്റുമുട്ടലിനിടെ പോലീസുകാരനായ KV വിനോദും സമരക്കാരനായ ജോഗി എന്ന ആദിവാസി യുവാവും കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആദിവാസികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതോടെ മുത്തങ്ങ വലിയൊരു ദുരന്ത ഭൂമിയായി മാറുകയായിരുന്നു. മുത്തങ്ങയിൽ പോലീസ് ഉദ്യോഗസ്ഥനായ KV വിനോദ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആരംഭിച്ച നിയമ നടപടികൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി വിവിധ അന്വേഷണ ഏജൻസികളിലൂടെയും കോടതി മുറികളിലൂടെയുമാണ് കടന്നുപോയിരുന്നത്. പ്രാദേശിക പോലീസ് അന്വേഷണത്തിൽ തുടങ്ങി രാജ്യത്തെ മുൻനിര അന്വേഷണ ഏജൻസിയായ CBI വരെ എത്തി നിൽക്കുന്ന ഈ വിചാരണ വഴികൾ നിരവധി നിയമപരമായ തർക്കങ്ങൾക്കാണ് വഴി തുറന്നത്. സംഭവത്തിന് പിന്നാലെ ബത്തേരി പ്രാദേശിക പോലീസും പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് CBI ചെന്നൈ യൂണിറ്റിന് കൈമാറുന്നത്. ഗൗണ്ടർവയലിലെ തകരപ്പാട്ടയിൽ വെച്ച് പോലീസുകാരനായ വിനോദിനെ തടവിലാക്കി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് കൊലപാതകം, വധശ്രമം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ആദിവാസി ഗോത്രമഹാസഭാ നേതാക്കളായ M ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ ഒഴിപ്പിക്കൽ നടപടിക്കിടെ ഉയർന്ന കനത്ത പുകയും വൻ സംഘർഷാവസ്ഥയും കാരണം സംഭവസ്ഥലമായ കുടിനുള്ളിൽ നടന്ന കാര്യങ്ങൾ നേരിട്ട് ദൃക്സാക്ഷികളില്ലെന്നും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളിൽ പരസ്പര വിരുദ്ധമായ നിരവധി കാര്യങ്ങൾ ഉണ്ടെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ ശക്തമായ വാദങ്ങൾ വിചാരണഘട്ടത്തിൽ നിർണായകമായി. തുടക്കത്തിൽ എറണാകുളം CBI പ്രത്യേക കോടതിയിലാണ് വിചാരണ നടന്നിരുന്നതെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആദിവാസി പ്രതികളുടെ യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ഹൈക്കോടതി ഇടപെട്ടാണ് കേസ് വയനാട് പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലേക്ക് മാറ്റിയത്. 23 വർഷം നീണ്ട നീതിക്കായുള്ള പോരാട്ടത്തിനൊടുവിൽ കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടതിൽ വലിയ ആശ്വാസമുണ്ടെന്ന് M ഗീതാനന്ദനും മറ്റു സമര നേതാക്കളും പ്രതികരിച്ചു. അതേസമയം ആദിവാസികളുടെ അവകാശ പോരാട്ടങ്ങളെ കേസുകളിൽ കുടുക്കി അടിച്ചമർത്താനായിരുന്നു ഭരണകൂട ശ്രമമെന്ന വിമർശനവും വിധിക്ക് പിന്നാലെ ശക്തമാകുന്നുണ്ട്. വിനോദ് വധക്കേസിൽ വിധി വന്നെങ്കിലും പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് ജോഗിയുടെ മരണത്തിൽ ഇന്നും അന്വേഷണമോ കേസോ ഉണ്ടായിട്ടില്ലെന്ന യാഥാർത്ഥ്യവും കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്.